1960 ജൂൺ 30 ബെൽജിയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ കൊങ്കോയുടെ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നടക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുത്ത ബെൽജിയൻ രാജാവ് ബെൽജിയം കൊങ്കോയെ സ്ലേവറിയിൽ നിന്ന് മുക്തമാക്കിയതും കൊങ്കോളീസ് ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി നടത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ചും സിവിലൈസിംഗ് മിഷനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. തൊട്ടു പിന്നാലെ പ്രസംഗിച്ച പ്രസിഡന്റ് കസവുബു രാജാവിന്റെ ഈ വിസ്ഡത്തെ അക്നോളജ് ചെയ്തുകൊണ്ട് മറുപടി നൽകി. പക്ഷേ അതിനുശേഷം പ്രസംഗിച്ചത് കൊങ്കോയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രധാനമന്ത്രിയായ പാട്രിസ് ലുമുംബയായിരുന്നു. രാജാവിന് വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ബെൽജിയത്തിൽ നിന്ന് കൊങ്കോക്ക് നേരിടേണ്ടി വന്ന 80 വർഷത്തെ കൊളോണിയൽ ദുർഭരണത്തെക്കുറിച്ചും വിവേചനങ്ങളെക്കുറിച്ചും ഹരാസ്മെന്റിനെ കുറിച്ചും ഒക്കെ ലുമുംബ സംസാരിച്ചു. ഇനി മുതൽ റിപ്പബ്ലിക് ഓഫ് കൊങ്കോയുടെ ഭൂമിയും അതിന്റെ റിസോഴ്സസും എല്ലാം അവിടുത്തെ കൊങ്കോളീസ് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ ശക്തമായ പ്രസംഗത്തിനും പിന്നീട് ലുമുംബ എടുത്ത നിലപാടുകൾക്കും ലുമുംബയെ കാത്തിരുന്നത് അതിക്രൂരമായ മരണമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോങ്കോ ഗവൺമെന്റിന് റിസോഴ്സ് റിച്ചായ കട്ടങ്ക പ്രൊവിൻസിലെ മോഷെ ഷോംബയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിനെ നേരിടേണ്ടി വന്നു. ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ബെൽജിയവും ബെൽജിയത്തിലെ കുറച്ച് മൈനിങ് കമ്പനികളുമായിരുന്നു. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിനെ നേരിടാൻ ലുമുംബ യുഎന്റെയും വെസ്റ്റിന്റെയും സഹായം തേടി. പക്ഷെ ലുമുംബക്ക് അവരുടെ അടുത്ത് നിന്ന് വേണ്ട സഹായങ്ങൾ ലഭിച്ചില്ല. 1960 ജൂലൈയിൽ ലുമുംബ പ്രസിഡന്റ് ഐസൻഹോവറെ കാണാനായിട്ട് യുഎസിലേക്ക് ചെന്നു. പക്ഷെ ഐസൻഹോവർ ലുമുംബയെ കാണാൻ വിസമ്മതിച്ചു. വെസ്റ്റിൽ നിന്ന് തനിക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ ലുമുംബ സഹായത്തിനായി സോവിയറ്റ് യൂണിയനെ സമീപിച്ചു. സോവിയറ്റ് യൂണിയൻ ലുമുംബക്ക് വേണ്ട സഹായങ്ങൾ നൽകി. സോവിയറ്റ് യൂണിയന്റെ ഇടപെടലോടെ ഇതൊരു കോൾഡ് വാർ ഇഷ്യൂ ആയി മാറി. CIA സഹായത്തോടെ ലുമുംബയെ പുറത്താക്കിക്കൊണ്ട് കേണൽ മൊബൂട്ടു കൊങ്കോയുടെ ഭരണം അട്ടിമറിച്ചു. ഷോംബയുടെ നേതൃത്വത്തിൽ ബെൽജിയത്തിന്റെ സൂപ്പർവിഷനിൽ കട്ടങ്ക സെപ്പറേറ്റിസ്റ്റുകൾ ലുമുംബയെ വെടിവെച്ചു കൊന്നു. ലുമുംബയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന് ലഭിക്കാതിരിക്കാനായി ശരീരം വെട്ടിനുറുക്കി അത് സൾഫ്യൂരിക് ആസിഡിൽ ദ്രവിപ്പിച്ചു. ആകെ അവശേഷിച്ചത് ഒരു പല്ല് മാത്രമായിരുന്നു. വർഷങ്ങളേറെ കഴിഞ്ഞ് 2022 ജൂൺ 20 ലുമുംബയുടെ അവശേഷിക്കുന്ന അടയാളം ബെൽജിയം ലുമുംബയുടെ കുടുംബത്തിന് കൈമാറി. ലുമുംബയെക്കുറിച്ച് മാൽക്കം എക്സ് പറഞ്ഞത്, "ദി ഗ്രേറ്റസ്റ്റ് ബ്ലാക്ക് മാൻ ഹു എവർ വാക്ക് ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ്."